ഹലോ. ഇന്ന് വൈകുന്നേരമായപ്പം ഉച്ചയ്ക്ക് ചോറും കറിയെല്ലാം വെച്ചതാട്ടോ. ഉണക്കമീൻ വറുത്ത് ചോറും കറിയെല്ലാം വെച്ചതാട്ടോ. 2 ദിവസം തീരെ സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു ഞാൻ. അപ്പോൾ 2 ദിവസം പുറത്തുനിന്നായിരുന്നു ഭക്ഷണം മേടിച്ചുകൊണ്ട് തരും, കഴിക്കും, ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ആയതുകൊണ്ട് പിന്നെ കിടന്നാലും കുഴപ്പമില്ലല്ലോ, സുഖമില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ടോ. എടുത്തു വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു, പിന്നെ ഷോർട്സ്. അപ്പോൾ അതൊക്കെ ഇട്ട് അങ്ങനെ ഒപ്പിച്ച്. പിന്നെ ഞാൻ എഴുന്നേറ്റ് കുറച്ച് തുണികളൊക്കെ അലക്കാനും വെറുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വയ്യ, എന്നാലും എഴുന്നേറ്റ് തുണിയൊക്കെ അലക്കി പെറുക്കി. അപ്പോൾ ഒരു 7:30 ആയപ്പോൾ എനിക്ക് മീൻ കൊണ്ടുത്തന്നു കേട്ടോ. മീൻ കൊണ്ടുത്തന്ന് പിന്നെ മുറിച്ച മീനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ കൊണ്ടുത്തന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇന്ന് രാത്രി ചപ്പാത്തി മതിയെന്ന്. ഞാനാണെങ്കിൽ പണിയൊക്കെ തീർത്തൊന്നൊരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം പിന്നെ ഞാൻ എന്താക്കി, ചപ്പാത്തിക്ക് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടോ. ചപ്പാത്തിയൊക്കെ നല്ല ഞാൻ കുഴച്ച് വെക്കും കേട്ടോ. ചപ്പാത്തി ആയാലും ഇടിയപ്പം ആയാലും ഇപ്പം വേറെ നമ്മളെ പത്തലായാലും ഒക്കെ നന്നായിട്ട് കുഴക്കും കേട്ടോ. കുഴക്കും നല്ല സോഫ്റ്റും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല തിളച്ച വെള്ളത്തിലായിട്ട് നന്നായിട്ട് കുഴച്ചൊക്കെ വെക്കും, നല്ല ഇതുണ്ടാവും കേട്ടോ. പക്ഷേ അവിടെ എത്തുമ്പോൾ ചപ്പാത്തി ചുടുമ്പോൾ ഞാനത് പറഞ്ഞുതരാം, കുഴക്കലിൻ്റെ കാര്യമൊക്കെ. എന്നിട്ട് ഞാൻ എന്താക്കി, വേഗം മീനും കൂടി കഴുകി വൃത്തിയാക്കി വെക്കാം, അടുപ്പത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കി, ആ കവറെല്ലാം കഴുകി വെച്ച് മീനൊക്കെ നന്നാക്കി അടുപ്പിൽ വെച്ച് കേട്ടോ. മുളക് ഇട്ടതാ കേട്ടോ, തേങ്ങ അരച്ച കറിയൊന്നും വെച്ചില്ല, മുളക് ഇട്ടതാ. പിന്നെ കുടിക്കാനും കൂടി വെള്ളം വെച്ച്. കുടിക്കാൻ വെള്ളമുണ്ട്, അത് തണിഞ്ഞ് പോയി. അപ്പോൾ ഈ തിളച്ച വെള്ളം ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെച്ചാൽ ചൂടോടെ കുടിക്കാമല്ലോ ചോറ് കഴിക്കുമ്പോൾ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് 2 ഷോർട്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് വന്ന് ചപ്പാത്തി എന്താക്കി, ഇങ്ങനെ ബോളാക്കി വെച്ചാൽ വേഗം പരത്താലോ. അത് വിചാരിച്ച് ഞാൻ എന്താക്കി, വേഗം ചപ്പാത്തി പരത്തി കേട്ടോ. ചപ്പാത്തി പരത്തുമ്പോൾ നമ്മൾ പൂരിക്കൊക്കെ പരത്തൂലേ, ആ പാകം വരെ എനിക്കറിയാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ചപ്പാത്തി പരത്തിയാലും അത് താമരശ്ശേരി ചോറാണോ എന്താണോ ആകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ 2 കൊമ്പൊക്കെ വരും ചപ്പാത്തിക്ക്. എനിക്ക് ചപ്പാത്തി പരത്താൻ അറിയേയില്ല. അപ്പം എന്നോട് എപ്പം പറയും, നീ എപ്പോൾ ചപ്പാത്തി പരത്തി പഠിക്കാനാന്നൊക്കെ പറയും. എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ, അതിങ്ങനെയാവും. അപ്പോഴത്തേക്കും എന്താക്കി, ചപ്പാത്തിയൊക്കെ പരത്തി ഞാനൊരു ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടോ. പിന്നെ ഒരു പേപ്പറിലോട്ട് വിരിച്ച് വെച്ച്, ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് പേപ്പറിലോട്ട് വെച്ചിട്ടോ. ഒരു 5, 6, 7 ചപ്പാത്തി ഉണ്ടാവും. അത് വെച്ചത്തേക്കും കറിയെല്ലായിട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി ചൂടാൻ നിന്ന്. ചപ്പാത്തി ചുട്ടിട്ട് ചപ്പാത്തി നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് പൊന്തുന്നെല്ലാം ഉണ്ട് കേട്ടോ. നല്ല കുഴച്ച് വെക്കാനൊക്കെ അറിയാം, നന്നായിട്ട് കുഴക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചപ്പാത്തി നന്നായിട്ട് പൊന്തുകയൊക്കെ ചെയ്യും. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, ചപ്പാത്തിൻ്റെ കോലം കണ്ടോ, എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ചപ്പാത്തി മാത്രം ഇങ്ങനെ, ഞാനെല്ലാം ഇങ്ങനെ ഭക്ഷണമൊക്കെ ആക്കും കേട്ടോ. എല്ലാ ഭക്ഷണവും ആക്കും, എല്ലാം കറക്റ്റ്. ഈ ചപ്പാത്തിക്ക് കൊമ്പ് വന്നിട്ട് ഇതാണ് സംഭവം. പരത്തി വരുമ്പോൾ ഇതാണ് സംഭവം. ചപ്പാത്തി പക്ഷേ ടേസ്റ്റ് എനിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാണുമ്പോൾ ഒരു ഇത് വേണ്ടേ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല പദം ഉണ്ടാവും. നല്ല മരം പോലെ ഒന്നും ഉണ്ടാവില്ല, നല്ല ചപ്പാത്തി ആയിരിക്കും കേട്ടോ. ഇതൊക്കെ തന്നെ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും സുജീഷേട്ടൻ പിന്നെ ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും സുജീഷേട്ടൻ വന്നിട്ടോ. പിന്നെ സുജീഷേട്ടനാണെങ്കിൽ ചപ്പാത്തി ഞാൻ തന്നെ ഒന്ന് മുറിച്ച് തിന്ന് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ നല്ല ചൂടോടെ തിന്നാനൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. ചപ്പാത്തി അത്ര വലിയ ഇതൊന്നും ഇഷ്ടമൊന്നുമല്ല എനിക്ക്. രാവിലെയൊക്കെ ആണെങ്കിൽ കഴിക്കും. എനിക്ക് ചോറ് തന്നെ വേണം കേട്ടോ. പിന്നെ സുജീഷേട്ടനെ അറിയുന്നില്ല കേട്ടോ, വീഡിയോസ് എടുക്കുന്ന അറിയില്ല. പിന്നെ ഇപ്പോൾ ഇത് എപ്പോഴേലും കണ്ടാലേ അറിയുള്ളൂ. പുള്ളി വന്ന് ഭക്ഷണം കഴിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ സാധാ ചോറെടുത്ത് ചോറും പിന്നെ സാമ്പാറും പിന്നെ മീൻ വറുത്ത് ഇച്ചിരി മീൻ്റെ ചാറും എടുത്തിട്ട് ചോറുന്ന് കേട്ടോ. തോരനൊന്നും എടുത്തില്ല, ചോറും കഴിച്ചിട്ടോ. പിന്നെന്താ, ഇനിയിപ്പം ചിലപ്പം എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് പറയും, അയ്യോ അവൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ട്. എനിക്ക് ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ ലോങ് വീഡിയോ ഇടുമ്പോൾ അതിനിങ്ങനെ കുറ്റം പറയും, എന്തോ ഒരാൾക്കാരാട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യും.